മലപ്പുറം ജില്ലയിൽ എൽ.പി. സ്കൂൾ അധ്യാപക നിയമന ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നതിൽ PSCക്ക് വിവേചനമെന്നാരോപിച്ച് ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന നിരാഹാര സമരം 7ാം ദിവസത്തിലേക്ക്. മറ്റു ജില്ലകളിൽ ഒഴിവ് വരുന്നതിനേക്കാൾ ആളുകളെ ഉൾപ്പെടുത്തി പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറത്ത് കൃത്യം ആളുകളെ മാത്രമാണ് പട്ടികയിൽപ്പെടുത്തിയതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. നിയമന ചുരുക്കപ്പട്ടിക തയ്യാറാക്കുമ്പോൾ മറ്റ് ജില്ലകൾക്കൊന്നും മലപ്പുറം ജില്ലയ്ക്ക് മറ്റൊന്നും എന്ന തരത്തിലാണ് PSCയുടെ മാനദണ്ഡമെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. എല്ലാ ജില്ലകളിലും നിയമന ഒഴിവിനേക്കാൾ 3 ഇരട്ടിയിലധികം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ മലപ്പുറത്ത് 1000-ൽ താഴെ പേരെ മാത്രമേ മുഖ്യപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 1000-ലധികം ഒഴിവുകളുള്ള മലപ്പുറത്ത് 3000-ലധികം പേരെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നുവെന്നാണ് ഇവരുടെ ആവശ്യം. നടപടി പലരുടെയും അവസരം നഷ്ടപ്പെടുത്തുന്നതാണെന്നും ഇവർ പറയുന്നു. ലിസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് പേരുടെ അവസരം നഷ്ടപ്പെടും. ഇതിൽ ഏജ് ഓവർ ആയ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ നല്ല മാർക്ക് വാങ്ങിയ ആൾക്കാരാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മാർക്ക് വാങ്ങിയ ആൾക്കാരാണ് ഞങ്ങളുടെയൊക്കെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ എക്സാമിന് കേട്ടറ്റ് നിർബന്ധമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് കേട്ടറ്റും കൂടി നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും എലിജിബിളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും നല്ല അവസരമാണ് നഷ്ടപ്പെടുന്നത്. പല ആൾക്കാർക്കും ഏജ് ഓവർ ആയ ആൾക്കാർക്ക് ഇത് ലാസ്റ്റ് അവസരമാണ്. അവർക്ക് ഇനി ഇതുപോലെ അവസരം കിട്ടാനില്ല. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇത്രയും ഒഴിവുകൾ ഉണ്ടായിട്ട് മറ്റ് പല ജില്ലകളിൽ നിന്നും വന്ന് എഴുതിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഒരു അവസരം നഷ്ടപ്പെടുകയാണ്. മലപ്പുറത്ത് ഒഴിവുകൾ കൂടുതലായതുകൊണ്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ നിയമനം നടത്തേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് PSC ഇത്തരത്തിൽ നടപടിയെടുക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത്, ഏറ്റവും കൂടുതൽ വേക്കൻസികളുള്ളത്, എല്ലാം നിയമനം കൂടുതൽ നടത്തേണ്ടത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. പക്ഷെ അതിന് നമ്മളെ നിഷേധിച്ച് നമ്മളെല്ലാം കഷ്ടപ്പാടിനെയും ഒരു അർത്ഥവും തരാതെ വില കൽപ്പിക്കാത്തുള്ള രീതിയിൽ നമ്മളെ കഷ്ടപ്പാടുകളെ കണ്ണടച്ച് അധികാരികൾ ഇരുട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഉദ്യോഗാർത്ഥികൾ മലപ്പുറം സിവിൽ സ്റ്റേഷന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് 4 പേരെ ഇതിനോടകം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 മലപ്പുറം.